നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ കുട്ടി, എന്താ പറ്റി? കുട്ടി കണ്ണു തുറക്ക്. എന്തു പറ്റി മോളെ? പെട്ടെന്നൊന്ന് തല കറങ്ങിയതാ. ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി. ചേട്ടൻ ഒരു വണ്ടി വിളിക്കേ. വീട് വരെ ഞാനും കൂടി വരാം. തനിച്ചു പോണ്ട. വേണ്ട, ഞാൻ പൊക്കോളാം. പറയുന്നൊന്ന് കേക്ക് വെച്ചേ. ഈ കുട്ടി വീട്ടിൽ കൊണ്ട് ആക്കി തരും. ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും സംഭവിച്ചാലോ? വരൂ. ഞങ്ങൾ ആരെങ്കിലും കൂടെ വരണോ? വേണ്ട, ഞാൻ കൊണ്ടുചെന്ന് ആക്കിക്കോളാം. വരൂ. കാറിന്റെ ശബ്ദം കേൾക്കുമ്പോ മോളായിരിക്കും സ്വീകരിക്കാൻ ഇറങ്ങി വരികയെന്നാ ഞാൻ കരുതിയത്. മോളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെ സംഭവിച്ചേനെ. അവൾ അമ്പലത്തിൽ പോയിരിക്കുക. പറ്റാവുന്ന അവസരത്തിലൊന്നും അത് മുടക്കാറില്ല എന്റെ കുട്ടി. അതിനെന്താ, അത് നല്ലതല്ലേ? അല്ലെങ്കിൽ തന്നെ അമ്പലവും ദൈവങ്ങളും ഒക്കെ ആണല്ലോ സുജാതയും നിത്യയും തമ്മിൽ അടുപ്പിച്ചതും ഈ ബന്ധത്തിലേക്ക് നയിച്ചതും. വരൂ. കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ മോള് വരണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ഓ, ധാരാളം. അമ്മയാണെങ്കിൽ നിത്യേച്ചിയുടെ വീട്ടില് കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ എന്താ മാർഗം നോക്കിയിരിക്കുക. നിത്യമോളുടെ കാര്യം ഞാൻ എപ്പോഴും ഇവളോടല്ലേ പറയുന്നേ. അതാ. അല്ല, സാറിന് എന്നാ തിരിച്ചു പോണ്ടേ? അയ്യോ, സാറൊന്നും വിളിക്കണ്ട കേട്ടോ. രഘു, അത് തന്നെ ധാരാളം. തിരിച്ചുപോക്കിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. അയ്യോ വീണേ, എന്തു പറ്റി? വഴിയില് ഈ കുട്ടി ഒന്ന് തല കറങ്ങി വീണു. അയ്യോ മോളെ, വീണേ എന്തു പറ്റിയടി? ഒന്നുമില്ല മുത്തശ്ശി, എനിക്കൊന്ന് കിടക്കണം. രാമകൃഷ്ണനും ഹരിയൊന്നും ഇല്ലല്ലോ ഇവിടെ. നീ ഒന്ന് അവരെ വിളിച്ചേ. അവരെ ഒന്നും വിളിക്കണ്ട, ഇതൊന്ന് കിടന്നാ മാറാവുന്നതേ ഉള്ളൂ. വെയിലത്ത് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാ കേക്കില്ലല്ലോ. പിന്നെന്താ ചെയ്യാ? കുട്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെയെന്ന് വെച്ചാ വിളിക്കാട്ടോ. കുഴപ്പമില്ല, താങ്ക്സ് കേട്ടോ. ഞാനൊന്ന് കിടക്കട്ടെ. പനിയൊന്നുമില്ല, വെയിലത്ത് പോയതിന്റെ. കുഴപ്പമില്ല മുത്തശ്ശി. എന്നാ കിടന്നോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.